എനിക്ക് വണ്ടിപ്രാന്ത് തുടങ്ങിയത് പുള്ളി ഫസ്റ്റ് മേടിച്ചെന്നൊരു ചെറുപ്പത്തിൽ വെച്ചാൽ എന്തായാലും എക്സാമിനൊന്നും പാസ്സാവാറുണ്ടായില്ല. പഠിപ്പിസ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര മാർക്ക് കുറവായിരുന്നു. 10ാം ക്ലാസ്സിൽ ഇല്ല, എഴുതിയിട്ടില്ല. 68% ഉണ്ടായിരുന്നു. എങ്ങനെ പാസ്സായി. 11th എനിക്ക് 2 സബ്ജക്ട് പൊട്ടി. വൈസ് ക്യാപ്റ്റൻ ആയിട്ട് എന്തായാലും ഞാൻ പോയാലും അവിടെ ക്യാപ്റ്റൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് റീടെസ്റ്റ് എഴുതി പാസ്സാക്കി. സത്യം. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ അല്ല, ചിന്മയ വിദ്യാലയ വടുതല. അപ്പൊ ആ സീനില് ആദ്യമായിട്ട് പ്രേമിക്കാൻ കാണിച്ച വലിയ മനസ്സ് എനിക്ക് സമ്മതിക്കണം കേട്ടോ. പ്രേമിക്കുന്ന എന്തിനാ മാർക്കായിട്ട് ബന്ധം? ഇന്നലെ പഠിക്കാത്ത പിള്ളേർക്ക് എന്താ പ്രേമില്ലേ? പഠിക്കാത്ത പിള്ളേർക്ക് പ്രേമിക്കാം, പക്ഷെ അത് ഈ നമ്മുടെ കൂടെ പഠിക്കുന്ന ആള് ഇവൻ എന്നും തോറ്റു കിടക്കുകയാണല്ലോ എന്ന് വിശ്വാസം കൊണ്ട് ഞങ്ങൾക്കും വിശ്വാസം എന്തെങ്കിലും പാസ്സാവുന്നു. ആ വിശ്വാസം തകർക്കണമെന്നില്ല. അപ്പൊ എന്തായാലും ആവട്ടെ. അങ്ങനെ ആദ്യമായിട്ട് ഒരു എക്സാം പാസ്സായപ്പോ അച്ഛനെനിക്ക് ഒരു കാർ മേടിച്ചത്, ഒരു റെഡ് കളർ വലിയ ടൈപ്പ് കാർ. അത് അടിപൊളിയായിരുന്നു. അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ടോയ് കാർ എന്താണ് നിങ്ങൾ അച്ഛനെനിക്കൊരു വലിയ കാർ, വലിയ കാർ ഇത്രയും സൈസ്. അപ്പൊ അടുത്ത ആള് നിക്കിത. 10 വർഷത്തെ പ്രേമം. അതിനകത്ത് തല്ലുകൂടുന്ന അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? അപ്പൊ ആരാണ് ആദ്യം സോറി പറയാ, ആരാണ് ആദ്യം സോൾവ് ചെയ്യുക? ആരും സോറി പറയൂല, ആരും സോൾവ് ആവൂല. ഇങ്ങനെയെങ്കിലൊക്കെ സോൾവ് ആവും. ഉടക്കുണ്ടാക്കും. കുറച്ച് കഴിയുമ്പോ പുറത്തു പോയാലോ, പുറത്തു പോവാം, ഐസ്ക്രീം കഴിക്കണോ, ഐസ്ക്രീം കഴിക്കാം, ബാ. ഇതാണ്. അങ്ങനെയാണ് നിങ്ങളെ ആ ഡോണറ്റ് ഫാക്ടറി ഭാഗത്തൊക്കെ കാണുന്നത് പണ്ട്. ഇപ്പൊ ബാസ്കിൻ റോബിൻസിൽ കാണാം. ഓക്കെ, അടുത്തത് ശ്രീകുട്ടി. ചേച്ചിയാണ് മറക്കാൻ പറ്റാത്തെന്ന് പറയുമ്പോ ചേച്ചിന്റെ കൂടെ പണ്ട് എപ്പോഴും ഫാൻസി ഡ്രസ്സും ഈ നാടോടി നൃത്തത്തിനൊക്കെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കൂടെ എപ്പോഴും രസമുള്ള എക്സ്പീരിയൻസ് ആണ്. നാടോടി നൃത്തത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ ഇല്ല. ചേച്ചി ഫാൻസി ഡ്രസ് ചെയ്തിട്ടുണ്ട്. ആണോ? എന്തായിട്ടായിരുന്നു? എന്തായിട്ടാന്ന് വെച്ചാ എന്താ പറയാ, അതിനിപ്പോ അതുപോലത്തെ എന്റെ അങ്കിള് പഴയ സിനിമയിലൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. നമ്മുടെ വിനീതിനെയൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ടത്തെ. അപ്പൊ പുള്ളിയാണ് ഫുൾ സെറ്റ് ചെയ്ത് പുള്ളി പുതിയ ഐറ്റംസ് ഒക്കെ ഇറക്കും. അപ്പൊ ആ സാധനം കൊണ്ട് നമ്മ നേരെ നിന്നോടുത്താൽ ചെയ്ത ഒരെണ്ണം സ്കൂളിലേക്ക് മഹാത്മാഗാന്ധി ഉണ്ട് UKG. പൊന്നോ ആ പപ്പടം നല്ലെടുത്ത് കളയുമ്പോ പാടെനിക്കാത്തറിയാം. ചെയ്യുമ്പോ എല്ലാ ടീച്ചർമാരും ഉണ്ടായിരുന്നു ഒട്ടിച്ച് വെക്കാനും ഇതൊക്കെ ഒട്ടിക്കാൻ. ലാസ്റ്റ് കഴിയുമ്പോ ഞാനും അമ്മയും മാത്രം പുറത്തോട്ട് പറിച്ചുകൊണ്ടിരിക്കണേ. പറിക്കല്ലേ മുടി. അത് ശരി. അങ്ങനെ ആകുമ്പോ എന്തായാലും മറക്കൂല. ഓക്കെ, അടുത്ത ആള് സൗബിക നമ്മുടെ ഹെഡ് മുത്താണ്. ഞാൻ ഈ ഒരു പരിപാടി നിൽക്കാനും പിന്നെ സംസാരിക്കാനൊക്കെ കാരണം പറവയിലൊരു ചാൻസും